Lemma 24.2b. Let X be an inner product space and F element of X dash. Let collection U alpha be an orthonormal set in X, and let EF is equal to collection of all U alpha such that F of U alpha not equal to 0. അത്രയുമാണ് ഹൈപ്പോത്തസിസ്. ദെൻ ലെമ്മയുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് EF is a countable set. ഈ EF എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ സെറ്റ് ആയിരിക്കും. അത് ഫൈനൈറ്റ് ആവാം, കൗണ്ടബിളി ഇൻഫിനിറ്റ് വേണേലും ആകാം, അതായത് ഡെന്യൂമറബിൾ വേണേലും ആകാം. ഇനി അത് ഡെന്യൂമറബിൾ ആണെങ്കിൽ, ആ സെറ്റ് U1 U2 എക്സെട്ര ആണെന്നിരിക്കട്ടെ, അത് ഡെന്യൂമറബിൾ ആണെങ്കിൽ, ഇഫ് EF ഈസ് ഡെന്യൂമറബിൾ, ദെൻ ഇവരുടെ ഇമേജുകളുടെ സീക്വൻസ് എഫ് ഓഫ് U1 എഫ് ഓഫ് U2 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസ് എഫ് ഓഫ് UN ദാറ്റ് കൺവേർജസ് ടു 0 ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റ്. ഇതാണ് ലെമ്മ 24.2b പറയുന്നത്. ഒരു ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്, അതിൽ നിന്ന് കെയിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷണൽ ഉണ്ട് സ്മോൾ എഫ്, പിന്നെ ഒരു ആർബിട്രറി കളക്ഷൻ ഓഫ് ഓർത്തോനോർമൽ വെക്ടേഴ്സ് ഇവിടെ ഉണ്ട്, കളക്ഷൻ U ആൽഫ. ഒരു ആർബിട്രറി കളക്ഷനാണ്, ഓർത്തോനോർമൽ സെറ്റ് ആണ് ക്യാപിറ്റൽ എക്സിലെ. ദെൻ ആ കളക്ഷൻ U ആൽഫയിലെ ചില ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെറ്റ് നിർമ്മിച്ചിരിക്കുന്നു. EF എന്ന അതിന് പേര് കൊടുത്തിരിക്കുന്നത്, ഈ സഫിക്സ് എഫ് എന്ന എഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സെറ്റാണ്, അത് EF എന്ന് പേര് കൊടുത്തിരിക്കുന്നു. അതിൽ വരുന്ന വെക്ടേഴ്സ് കളക്ഷൻ ഓഫ് ഓൾ U ആൽഫ സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ എഫ് ഓഫ് U ആൽഫ ഈസ് നോൺ സീറോ. ഈ കളക്ഷൻ U ആൽഫയിലെ ആരെയൊക്കെയാണോ നോൺ സീറോ വെക്ടേഴ്സിലേക്ക് മാപ്പ് ചെയ്യുന്നത്, നോൺ സീറോ എലമെന്റിലേക്ക് മാപ്പ് ചെയ്യുന്നത്, അത്തരം U ആൽഫകളുടെ കളക്ഷനാണ് EF എന്ന് എടുത്തിരിക്കുന്നത്. ദെൻ ലെമ്മ പറയുന്നത് ആ EF ഒരു കൗണ്ടബിൾ സെറ്റ് ആയിരിക്കും. അത് കൗണ്ടബിളി ഇൻഫിനിറ്റ് ആണ് എങ്കിൽ ആ അവരുടെ ഇമേജുകളുടെ സീക്വൻസ് 0യിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ ഇതിന്റെ പ്രൂഫിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഈ എഫ് 0 ഫങ്ഷണൽ ആണെങ്കിൽ എന്താ സംഭവിക്കുക നോക്കാം. ഇഫ് എഫ് ഈസ് ഈക്വൽ ടു 0, then EF is equal to, EFൽ ഒരാൾ വരുന്നതിനുള്ള കണ്ടീഷൻ എഫ് ഓഫ് U ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലേ ആ U ആൽഫ എലമെന്റ് ഓഫ് EF ആവത്തുള്ളൂ. EFൽ വരുന്നതിനുള്ള കണ്ടീഷൻ അതാണ്. ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് 0യാണ്. ഇവിടെ എഫ് ഓഫ് U ആൽഫ എന്ന് പറയുമ്പോൾ 0 ഓഫ് U ആൽഫ എന്നാവും. 0 ഫംഗ്ഷൻ എല്ലാവരെയും മാപ്പ് ചെയ്യുന്നത് 0യിലേക്കാണ്. അപ്പൊ നമുക്ക് ഈ EFലേക്ക് ഒരു എലമെന്റിനെ കിട്ടത്തില്ല. ദിസ് ഇംപ്ലൈസ് U ആൽഫ നോട്ട് ആൻ എലമെന്റ് ഓഫ് EF. കാരണം EF വരണമെങ്കിൽ അയാളുടെ എഫ് ഇമേജ് നോട്ട് ഈക്വൽ ടു 0 ആവണം. ഇവിടെ ഏത് U ആൽഫ എടുത്താലും എഫ് ഇമേജ് 0യാണ്. സോ U ആൽഫ നോട്ട് ആൻ എലമെന്റ് ഓഫ് EF. അപ്പോൾ നമ്മളുടെ EF എന്ന് പറയുന്നത് MG സെറ്റ് ആവും. MG സെറ്റ് എന്ന് പറയുമ്പോൾ അത് ഫൈനൈറ്റ് സെറ്റ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് കൗണ്ടബിൾ ആണ്, വിച്ച് ഈസ് കൗണ്ടബിൾ. ആൻഡ് ദ പ്രൂഫ് ഈസ് ഓവർ. എഫ് 0 ആണെങ്കിൽ ഇനി നമുക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല. EF എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഡെന്യൂമറബിൾ ആണെങ്കിലേ ഉള്ളൂ, കൗണ്ടബിളി ഇൻഫിനിറ്റ് ആണെങ്കിലേ ഉള്ളൂ ബാക്കി ഭാഗം വരുന്നത്. അപ്പൊ കേസ് 1 കഴിഞ്ഞു, എഫ് 0 ആകുന്ന കേസ്. ഇനി എഫ് 0 ആകാത്ത കേസിലേക്ക് പോകാം. assume that f is not equal to 0. ഇനി നമ്മൾ കുറച്ച് സെറ്റുകൾ ഡിഫൈൻ ചെയ്യുകയാണ്. ഫോർ j equals 1 2 etc. define capital E suffix j equals collection of all U alpha. അതിനകത്തും ഇതും U ആൽഫകളുടെ ഒരു കളക്ഷനാണ്. collection of all U alpha satisfying the condition norm of f less than or equal to j into modulus of f of UN. j into modulus of f of UN അല്ല U ആൽഫ.
ജെ ഇൻറ്റു മോഡുലസ് ഓഫ് എഫ് ഓഫ് യു ആൽഫ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ആകണം. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന യു ആൽഫകളുടെ കളക്ഷനാണ് ഈ ജെയിൽ വരുന്നത്. അപ്പൊ ജെയ്ക്ക് 1 എന്ന് കൊടുത്താൽ നമുക്ക് E1 എന്ന സെറ്റ് കിട്ടും, ജെയ്ക്ക് 2 കൊടുത്താൽ E2 എന്ന സെറ്റ് കിട്ടും, ജെയ്ക്ക് 3 കൊടുത്താൽ E3 എന്ന സെറ്റ് കിട്ടും. ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് സെറ്റ്സ് ആയിരിക്കും. കാരണം ഈ ജെയിൽ ഒരാൾ വരണോ, ഈ വണ്ണിൽ ഒരാൾ വരണയോ വേണ്ടയോ തീരുമാനിക്കുന്ന കണ്ടീഷൻ നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ജെയ്ക്ക് 1 കൊടുക്കണം, മോഡ് എഫ് ഓഫ് യു ആൽഫ. ഈ വ്യവസ്ഥ പാലിക്കുന്നവരായി ഈ വണ്ണിൽ വരുന്നത്. ഈ 2വിൽ വരുന്നത് നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു മോഡ് എഫ് ഓഫ് യു ആൽഫ. മോഡ് എഫ് ഓഫ് യു ആൽഫ ഇൻറ്റു 2 എന്നാ നമുക്ക് ഇങ്ങനെ എഴുതാം മാറ്റി. 1/2 ഇൻറ്റു നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ഓഫ് യു ആൽഫ. അതായത് എഫ് ഓഫ് യു ആൽഫയുടെ മോഡ് ഹാഫ് ഓഫ് നോം എഫിനേക്കാൾ കൂടുതൽ വരണം. ഈ വണ്ണിൽ വരുന്നത് നോം എഫിനേക്കാൾ വാല്യൂ മോഡ് എഫ് ഓഫ് യു ആൽഫ വാല്യൂ കൂടുതൽ വരുന്ന യു ആൽഫകളാണ്. അടുത്തത് E2വിൽ വരുന്നത് ഹാഫ് ഓഫ് നോം എഫ്, കുറച്ചുകൂടെ പുറകോട്ട് മാറും. ഹാഫ് ഓഫ് നോം എഫ്, ഹാഫ് ഓഫ് നോം എഫിനേക്കാൾ കൂടുതൽ മോഡ് എഫ് ഓഫ് യു ആൽഫ വാല്യൂ വരുന്ന യു ആൽഫകളാണ് E2വിൽ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും E2 E1നെ കണ്ടെയ്ൻ ചെയ്യും. E1ൽ വരുന്നവരെല്ലാം E2വിനകത്തും വരും. അപ്പോൾ E1 ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് സെറ്റ് ആണ്. E1നേക്കാൾ വലിയ സെറ്റാണ്, E1നെ കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റാണ് E2. സിമിലർലി E2വിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ് ആയിരിക്കും E3 ആൻഡ് സോ ഓൺ. നമ്മൾ ഈ EJ ഒരു ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകും. അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു പ്രൂവ് ദാറ്റ് ഈച്ച് EJ ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. ഓരോ EJക്കകത്തും ഫൈനൈറ്റ് എണ്ണം എലമെന്റുകളെ വരാൻ പറ്റുള്ളൂ എന്ന് കാണിക്കും. അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് എലമെന്റുകൾ എടുക്കുന്നു, എന്നിട്ട് എടുക്കാൻ പറ്റുന്നത് പരിമിത എണ്ണം എലമെന്റുകളാണ്. ഒരു പരിധിക്കപ്പുറം എലമെന്റുകൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് കാണിക്കുന്നു. സപ്പോസ് ദാറ്റ് U alpha 1, U alpha 2, etc. U alpha M are elements of EJ. ഒരു EJ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നു, ഫിക്സ് J. ഒരു EJ ഫിക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു J ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ EJയിൽ നിന്ന് കുറച്ച് എലമെന്റുകൾ ചൂസ് ചെയ്തു. U alpha 1, U alpha 2, etc. U alpha M. ഈ നമ്മൾ എടുത്തിരിക്കുന്ന എലമെന്റുകളുടെ എണ്ണം ഒരു പരിധിക്കപ്പുറം പോകത്തില്ല. ഈ എമ്മിന് ഒരു പരിധിയുണ്ട്. ഇവിടുത്തെ എലമെന്റുകളുടെ എണ്ണം ഇപ്പൊ M ആണല്ലോ നമ്മൾ എടുത്തേക്കുന്നത്. U1, U alpha 1, U alpha 2, etc. U alpha M എന്ന് പറയുമ്പോൾ നമ്മൾ M എലമെന്റുകളെ എടുത്തേക്കുന്നത്. ഈ എമ്മിന് ഒരു പരിധിക്കപ്പുറം പോകാൻ പറ്റത്തില്ല. M ഫൈനൈറ്റ് ആണെന്ന് കാണിക്കാൻ പോകും. U alpha 1, U alpha 2, etc. U alpha M. ഇവരെ നമുക്ക് ജനറൽ ആയിട്ട് U alpha N എന്ന് വിളിക്കാം. U alpha N എന്ന് വിളിക്കാം. അപ്പൊ Nന്റെ വേരിയേഷൻ 1, 2, etc. M വരെയാണ്. ഈ U alpha Nകളെല്ലാം EJയിലെ എലമെന്റുകളാണ്. അപ്പൊ അവർ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. EJയിൽ വരുന്നതിനുള്ള വ്യവസ്ഥ ഇതാണ്. Then norm of F less than or equal to J into modulus F of U alpha N. Norm F less than or equal to J into modulus F of U alpha N for N equals 1, 2, etc. M. ഈ M ഇനിക്വാളിറ്റി, ഇത് M ഇനിക്വാളിറ്റീസ് ഉണ്ട്. ഇതിന് 1 കൊടുത്താൽ 1, 2 കൊടുത്താൽ 1, etc. M കൊടുത്താൽ 1, അങ്ങനെ M ഇനിക്വാളിറ്റീസ് ഉണ്ട്. ഇതിനെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുന്നു. അപ്പൊ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് നോം എഫ് സ്ക്വയർ പ്ലസ് നോം എഫ് സ്ക്വയർ പ്ലസ് etc. M ടൈംസ് വരും. അപ്പോൾ അത് M ഇൻറ്റു നോം എഫ് സ്ക്വയർ എന്നാണ്. ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് സൈഡ്
j square into summation n equals 1 to m modulus f of u alpha n square. സ്ക്വയർ ചെയ്യുമ്പോൾ നോം എഫ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജെ സ്ക്വയർ ഇൻറ്റു മോഡ് എഫ് ഓഫ് യു ആൽഫ എൻ സ്ക്വയർ എന്നാണ് വരുന്നത്. രണ്ട് സൈഡിൽ സമ്മേഷൻ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ സമ്മേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് നോം എഫ് സ്ക്വയറിനെയാണ് നമ്മൾ എം ടൈംസ് ആഡ് ചെയ്യുന്നത്. അത് എം ഇൻറ്റു നോം എഫ് സ്ക്വയർ എന്നാകും. ഇവിടെ സമ്മേഷൻ ജെ സ്ക്വയർ പുറത്ത് പോരും. സമ്മേഷൻ ഓവർ എൻ ആണ്. ജെ സ്ക്വയർ എന്നിന് ഇൻഡിപെൻഡന്റ് ആണ്. അത് നമുക്ക് സമ്മേഷൻ പുറത്തേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ഈ സ്റ്റെപ്പ് കിട്ടും. ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ലെമ്മ അപ്ലൈ ചെയ്യുന്നു. ദിസ് സം, ഈ റൈറ്റിൽ വന്നിരിക്കുന്ന സമ്മ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് സ്ക്വയർ ആണ്. നമ്മൾ കഴിഞ്ഞ ലെമ്മയിൽ പഠിച്ചതായി സെറ്റ് u1 u2 എക്സെട്ര എന്ന് പറയുന്ന ഒരു ഓർത്തോനോർമൽ സെറ്റ് ആണെങ്കിൽ സമ്മേഷൻ ഓവർ എൻ മോഡ് എഫ് ഓഫ് യു എൻ സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എഫ് സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ യു ആൽഫ എൻ എന്ന് പറയുന്നത് ഒരു ഓർത്തോനോർമൽ സെറ്റിന്റെ സബ്സെറ്റ്. അത് ഓർത്തോനോർമലാ. കളക്ഷൻ യു ആൽഫ എന്ന് പറയുന്നത് ഓർത്തോനോർമൽ സെറ്റ്. അതിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു സബ് കളക്ഷൻ സബ്സെറ്റ് ആയത്, ഫൈനൈറ്റ് സെറ്റ് ആയത്. നമ്മുടെ കഴിഞ്ഞ ലെമ്മ ഫൈനൈറ്റിനും ട്രൂ ആണ്, കൗണ്ടബിളി ഇൻഫിനിറ്റിനും ട്രൂ ആണ്, ഡെന്യൂമറബിളിനും ട്രൂ ആണ്. അപ്പൊ ഇതൊരു ഫൈനൈറ്റ് സെറ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. യു ആൽഫ 1 യു ആൽഫ 2 എക്സെട്ര യു ആൽഫ എൻ. അപ്പൊ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, പുറത്ത് ജെ സ്ക്വയർ ഉണ്ട്, സോ ജെ സ്ക്വയർ ഇൻറ്റു നോം എഫ് സ്ക്വയർ. ദിസ് ഈസ് ബൈ ദ പ്രീവിയസ് ലെമ്മ. So this implies m into norm f square less than or equal to right hand j square into norm f square. രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് നോം എഫ് സ്ക്വയർ ക്യാൻസൽ ആക്കാം. നോം എഫ് നോട്ട് ഈക്വൽ ടു 0 ആണ്. നമ്മളിവിടെ എഫ് നോട്ട് ഈക്വൽ ടു 0 എന്ന കേസാണ്. എഫ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നോം എഫ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇപ്പൊ രണ്ട് സൈഡിൽ നോം എഫ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് m ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജെ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇ ജെയ്ക്കകത്ത് നിന്ന് ചൂസ് ചെയ്ത എലമെന്റുകളായിരുന്നു യു ആൽഫ 1 എക്സെട്ര യു ആൽഫ എം. ഇതിലെ എലമെന്റുകളുടെ എണ്ണമാണ് എം. ആ എം എന്ന് പറയുന്നത് ജെ സ്ക്വയറിനേക്കാൾ കൂടുതലാകില്ല. അപ്പൊ E1-നകത്ത് നമുക്ക് 1 സ്ക്വയറിനേക്കാൾ കുറവ് എലമെന്റുകൾ എടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റെ പരമാവധി ഇതിൽ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. E2-നകത്ത് നിന്ന് 2 സ്ക്വയർ എലമെന്റിന് അപ്പുറം പോകാൻ പറ്റില്ല. E2-നകത്ത് നിന്ന് പരമാവധി 4 എലമെന്റേ നമുക്ക് കിട്ടും. E3-കകത്ത് നിന്നാണെങ്കിൽ E3 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, E3-യിലെ എലമെന്റുകളുടെ എണ്ണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 സ്ക്വയർ ആയിരിക്കും, 9 ആയിരിക്കും. E3-കകത്ത് പരമാവധി 9 എലമെന്റേ കാണത്തുള്ളൂ. സോ ദിസ് ഷോസ് ദാറ്റ് EJ contain at most j square elements. EJ contains at most j square. നമ്മൾ ഫിക്സ് ചെയ്ത EJ contains at most j square elements. That implies each EJ is finite. ഓരോ EJയും E1, E2, E3 ഇവരിലെ ഓരോരുത്തരും ഫൈനൈറ്റ് സെറ്റുകളാണ്. Each EJ is a finite set. But EF can be written as union over J equals 1 to infinity EJ. എന്താ കാര്യം? നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, E1, E2 എക്സെട്ര എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണ് വരുന്നത്. ഇൻക്രീസിങ് സീക്വൻസിന്റെ ലിമിറ്റിംഗ് സെറ്റ് എന്ന് പറയുന്നത് അവരുടെ യൂണിയനാണ്. അപ്പൊ എല്ലാവരുടെയും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജെ ഇൻറ്റു, അത് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, 1/j ഇൻറ്റു നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ഓഫ് യു ആൽഫ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരാണ് ഈ എഫിലെ എലമെന്റുകൾ, ഈ ജെയിലെ എലമെന്റുകൾ. ഈ എഫിലെ അല്ല, ഈ ജെയിലെ എലമെന്റുകൾ. അപ്പൊ ഇവരുടെ എല്ലാം കൂടെ യൂണിയൻ ഓവർ ജെ ഈക്വൽസ് 1 to infinity എന്ന് പറയുന്നത് ഇവരുടെ ലിമിറ്റിംഗ് സെറ്റാ. അപ്പൊ ലിമിറ്റിംഗ് സെറ്റ് എടുക്കുമ്പോൾ നമ്മളുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ആസ് ജെ ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ ലെഫ്റ്റ് സൈഡ് 0 ആകും. സോ 0 ലെസ് ദാൻ മോഡ് എഫ് ഓഫ് യു ആൽഫ എന്നാകും കണ്ടീഷൻ.
ഈ ലിമിറ്റിംഗ് സെറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന എലമെന്റുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് മോഡ് എഫ് ഓഫ് യു ആൽഫ ഗ്രേറ്റർ ദാൻ 0 ആകുന്ന എലമെന്റുകൾ. അവിടെ ഈക്വൽസ് വരുത്തില്ല. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളതാ എന്തുകൊണ്ടാണ് അത് ഈക്വൽസ് അവിടെ ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്നുള്ളത്. മോഡ് എഫ് ഓഫ് യു ആൽഫ ഈക്വൽ 0 ആകുന്ന ഒരു യു ആൽഫകളും ഈ സെറ്റിൽ വരില്ല. കാരണം E1-നകത്തത് ഉണ്ടാവില്ല. E1-ൽ ഒരാൾ വരണമെങ്കിൽ മോഡ് എഫ് ഓഫ് യു ആൽഫ ഗ്രേറ്റർ ദാൻ നോം എഫ് ആവണം. നമ്മുടെ നോം എഫ് നോൺ 0 ആണ്. എഫ് നോട്ട് ഈക്വൽ ടു 0 ആണ്. നോം എഫ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഈ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന നമ്പർ നോട്ട് ഈക്വൽ ടു 0 സീറോയേക്കാൾ വലുതാകുന്ന, ദിസ് ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0. സോ സീറോയേക്കാൾ വലുത് മോഡ് എഫ് ഓഫ് യു ആൽഫ സീറോയേക്കാൾ വലുതാകുന്ന എലമെന്റുകൾ മാത്രമേ ഓരോ ഇജയിലും വരികയുള്ളൂ. അതുകൊണ്ട് യൂണിയൻ ഇജയിൽ വരുന്നവരുടെയും ഇമേജുകൾ മോഡ് എഫ് ഓഫ് യു ആൽഫ എടുത്താൽ അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, ഈക്വൽ ടു 0 ആവില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ലിമിറ്റിംഗ് സെറ്റിൽ വരുന്നത് മോഡ് എഫ് ഓഫ് യു ആൽഫ ഗ്രേറ്റർ ദാൻ 0 ആകുന്നവരുടെ കളക്ഷനാണ്. നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ള ഈ എഫ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ യു ആൽഫ സച്ച് ദാറ്റ് എഫ് ഓഫ് യു ആൽഫ നോട്ട് ഈക്വൽ ടു 0. അത് തന്നെയാണ് മോഡ് എഫ് ഓഫ് യു ആൽഫ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാലും അർത്ഥം. എഫ് ഓഫ് യു ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പം അതിന്റെ മോഡുലസും നോട്ട് ഈക്വൽ ടു 0 മോഡുലസ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 അപ്പോൾ ഈ യൂണിയൻ ഇജയിൽ വരുന്ന എലമെന്റുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ യു ആൽഫ സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് യു ആൽഫ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓൾ യു ആൽഫ സച്ച് ദാറ്റ് എഫ് ഓഫ് യു ആൽഫ നോട്ട് ഈക്വൽ ടു 0. ആ സെറ്റിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് ഇ എഫ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇ എഫിനെ ഇങ്ങനെ എഴുതാം. ഇ എഫ് ഈസ് ഈക്വൽ ടു യൂണിയൻ ഓവർ ജെ ഈക്വൽസ് 1 to infinity ഇ ജെ എന്ന് എഴുതാം. അപ്പോൾ ഇത് ഓരോ ഇജയും ഫൈനൈറ്റ് ആണ്. ഫൈനൈറ്റ് സെറ്റുകളുടെ ഒരു കൗണ്ടബിൾ യൂണിയൻ ആണ്. ഫൈനൈറ്റ് സെറ്റുകളുടെ കൗണ്ടബിൾ യൂണിയൻ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ്. ഈ റൈറ്റ് സൈഡ് കൗണ്ടബിൾ ആണ്, വിച്ച് ഈസ് കൗണ്ടബിൾ. അപ്പോൾ ലെഫ്റ്റ് സൈഡും കൗണ്ടബിൾ ആണ്, രണ്ടും ഈക്വൽ ആണ്. സോ ദിസ് ഇംപ്ലൈസ് ഇ എഫ് ഈസ് കൗണ്ടബിൾ. നമ്മൾ അതിനെ u1 u2 എക്സെട്ര എന്ന് എടുക്കുന്നു. ലെറ്റ് ഇ എഫ് ഈസ് ഈക്വൽ ടു കൗണ്ടബിൾ ആകുമ്പോൾ ലിസ്റ്റ് ചെയ്യുക u1 u2 എക്സെട്ര. ഇത് ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഇത് ഡെന്യൂമറബിൾ ആണെങ്കിൽ എഫ് ഓഫ് യു എൻ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നൂടെ കാണിക്കണം. Assume that EF is denumerable. ഇത് കൗണ്ടബിളി ഇൻഫിനിറ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നു. വീണ്ടും നമ്മുടെ പ്രീവിയസ് ലെമ്മ അനുസരിച്ച് ബൈ ദ പ്രീവിയസ് ലെമ്മ സമ്മേഷൻ ഓവർ n ഈക്വൽസ് 1 to infinity മോഡ് f of un square. This is less than or equal to norm f square. And so this is less than infinity. അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ വന്നേക്കുന്ന സമ്മ് ഫൈനൈറ്റ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അത് കൺവേർജന്റ് ആണ്. സമ്മേഷൻ ഓവർ n ഈക്വൽസ് 1 to infinity മോഡ് എഫ് ഓഫ് യു എൻ സ്ക്വയർ ഈസ് കൺവേർജന്റ്. കൺവേർജന്റ് ആയ ഒരു സീരീസ്, ഇത് നോൺ നെഗറ്റീവ് ടേമുകൾ മാത്രം വരുന്ന ഒരു സീരീസ് ആണ്. നോൺ നെഗറ്റീവ് ടേംസ് മാത്രം വരുന്ന ഒരു സീരീസ് അത് കൺവേർജന്റ് ആണെങ്കിൽ nth ടൈം ടെസ്റ്റ് അനുസരിച്ച് ആ സീരീസിന്റെ nth ടൈം കൺവേർജസ് ടു 0 ആയിരിക്കും. സോ ദിസ് ഇംപ്ലൈസ് ഇതിന്റെ nth ടൈം എന്ന് പറയുന്നത് മോഡ് എഫ് ഓഫ് യു എൻ സ്ക്വയർ എന്നുള്ളതാണ്. ദാറ്റ് കൺവേർജസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബൈ nth ടൈം ടെസ്റ്റ്. ദാറ്റ് ഇംപ്ലൈസ് ഒരു സീക്വൻസിന്റെ സ്ക്വയർ ടെൻസ് ടു 0 ആണെങ്കിൽ തീർച്ചയായിട്ടും ആ സീക്വൻസ് ടെൻസ് ടു 0 ആവണം. അപ്പോൾ മോഡ് എഫ് ഓഫ് യു എൻ ടെൻസ് ടു 0 എന്നാകും. മോഡ് എഫ് ഓഫ് യു എൻ ടെൻസ് ടു 0 ആകണമെങ്കിൽ എഫ് ഓഫ് യു എൻ ടെൻസ് ടു 0 ആകണം. എഫ് ഓഫ് യു എൻ ടെൻസ് ടു 0 അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? എഫ് ഓഫ് യു എൻ വേറെ ഒരു കെയിലേക്ക്, ഒരു നോൺ സീറോ കെയിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ മോഡ് എഫ് ഓഫ് യു എൻ എന്ന് പറയുന്നത് കൺവേർജസ് ടു മോഡ് കെ എന്നാകും. മോഡ് എഫ് ഓഫ് യു എൻ സ്ക്വയർ കൺവേർജസ് ടു മോഡ് കെ സ്ക്വയർ എന്നാകും, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആകും. പക്ഷെ ഇവിടെ അതല്ല കേസ്. മോഡ് എഫ് ഓഫ് യു എൻ സ്ക്വയർ ടെൻസ് ടു 0 ആണ്. അത് സംഭവിക്കണമെങ്കിൽ എഫ് ഓഫ് യു എൻ ടെൻസ് ടു 0 ആയേ പറ്റൂ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. Hence the lemma.